ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് മുൻപ് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ മുനമ്പിൽ പ്രാബല്യത്തിലുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഹമാസിനെതിരായ പോരാട്ടം പുനരാരംഭിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇസ്രായേലിന് വീഴ്ച സംഭവിച്ചുവെന്നാരോപിച്ച് ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ അനിശ്ചിതകാല കാലതാമസം ഹമാസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്നും വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ഇസ്രായേൽ 4 മണിക്കൂർ നീണ്ട രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് ചേരുകയുണ്ടായി. കഴിഞ്ഞ ശനിയാഴ്ച വിട്ടയച്ച 3 ബന്ദികളുടെ ഞെട്ടിക്കുന്ന അവസ്ഥയിൽ ക്യാബിനറ്റ് അംഗങ്ങൾ എല്ലാവരും രോഷം പ്രകടിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തെ എല്ലാവരും സ്വാഗതം ചെയ്തതായി അറിയിച്ച നെതന്യാഹു ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വിപ്ലവകരമായ കാഴ്ചപ്പാടിനെയും എടുത്തു പറഞ്ഞു. കരാർ ലംഘിച്ച് ബന്ദികളെ വിട്ടയക്കാതിരിക്കാനുള്ള ഹമാസിന്റെ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ ഗാസ മുനമ്പിലും പരിസരത്തും ഇസ്രായേൽ സൈന്യത്തെ സജ്ജമാക്കാൻ IDF-ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ശനിയാഴ്ച ഉച്ചയോടെ ഹമാസ് ബന്ദികളെ തിരിച്ചയച്ചില്ല എങ്കിൽ വെടിനിർത്തൽ അവസാനിക്കുമെന്നും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതുവരെ IDF തീവ്രമായ പോരാട്ടത്തിലേക്ക് മടങ്ങുമെന്നും കനത്ത മുന്നറിയിപ്പ് നൽകി.